Hello good people, this is Shankar from Music Production Hub. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ചാണ്. Antelope ഓഡിയോയുടെ Zengo Synergy Core. Antelope എന്ന് പറഞ്ഞ കമ്പനി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി ഹൈ എൻഡ് ഓഡിയോ ഇൻ്റർഫേസ് ആൻഡ് കൺവേർട്ടേഴ്സ് ഇറക്കുന്ന ഒരു കമ്പനിയാണ് Antelope ഓഡിയോ. നമ്മുടെ ചാനലിൽ തന്നെ Antelope ഓഡിയോയുടെ ഒരുപാട് ഇൻ്റർഫേസുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ആൾക്കാർ കേട്ടിട്ടുള്ള ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ ഫോക്കസ് റൈറ്റ്, UAD, അപ്പോജി തുടങ്ങിയ ബ്രാൻഡുകളാണ്. ആക്ച്വലി Antelope ഓഡിയോ മാർക്കറ്റിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. അവരുടെ ക്ലോക്കിംഗ് ഹാർഡ്വെയർസും അതുപോലെ തന്നെ ഓഡിയോ ഇൻ്റർഫേസുകളൊക്കെ തന്നെയും പ്രൊഫഷണൽസിനിടയിൽ വളരെ ഫേമസ് ആണ്. ഒരുപാട് മിക്സിംഗ്, മാസ്റ്ററിംഗ്, റെക്കോർഡിംഗ് ഫെസിലിറ്റീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാലം നമുക്ക് Antelope ഓഡിയോയുടെ കൺവേർട്ടേഴ്സ് ഒരു 1 lakh അബോവ് റേഞ്ചിൽ മാത്രമേ അവൈലബിൾ ആയിക്കൊണ്ടിരുന്നുള്ളൂ. സോ ഒരു നോർമലായിട്ടുള്ള പ്രോജക്റ്റ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റുഡിയോ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അത്തരം ഇൻ്റർഫേസുകൾ പർച്ചേസ് ചെയ്യുക ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ പ്രൈസ് റേഞ്ച് കൊണ്ട് തന്നെ. Antelope ഓഡിയോ ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് ഓഡിയോ ഇൻ്റർഫേസ് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അത് Zengo Synergy Core എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലൂടെയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു റിവ്യൂ യൂണിറ്റ് ഉണ്ട്. ഇതാണ് Antelope ഓഡിയോയുടെ Zengo Synergy Core എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ്. വളരെ പോർട്ടബിൾ ആയിട്ടുള്ള, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, എന്നാൽ നല്ലൊരു മെറ്റൽ കൺസ്ട്രക്ഷൻ, റഗ്ഗഡ് മെറ്റൽ കൺസ്ട്രക്ഷനോട് കൂടിയ ഒരു ഇൻ്റർഫേസാണിത്. നല്ല ഹൈ ക്വാളിറ്റി ഫീൽ തന്നെ ഇൻ്റർഫേസിൻ്റെ ആ ഒരു ബിൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൽഡിൽ മാത്രമല്ല, Antelope ഓഡിയോയുടെ ഈ ഇൻ്റർഫേസിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 50,000 റുപ്പീസാണ് ഈ ഒരു ഇൻ്റർഫേസിന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് ചിലർക്കൊക്കെ കൂടുതലാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്നതാണ്. നമുക്ക് ഇൻ്റർഫേസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ട് പാനലിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിലൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. മീറ്ററിങ്ങും അതുപോലെ തന്നെ ഡിവൈസിൻ്റെ കൂടുതൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്ക്രീനിലൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ബട്ടൺസിൽ ഒന്ന് താഴെ Antelope ബട്ടണാണ്, നമുക്ക് സിസ്റ്റം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. നെക്സ്റ്റ് നമുക്ക് മുകളിലായിട്ടൊരു ഗെയിൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രിയാംസിൻ്റെ ഗെയിനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണിത്. നെക്സ്റ്റ് താഴെയായിട്ട് നമുക്ക് ഹെഡ്ഫോൺസ് ആൻഡ് മോണിറ്റേഴ്സിനൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഹെഡ്ഫോൺ ആൻഡ് മോണിറ്റർ ഔട്ട്പുട്ട്സിൻ്റെ വോളിയം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബിഗ് നോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റകളും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യിക്കുന്നത്. നമുക്ക് ഫോർവേഡും റിവേഴ്സൊക്കെ മൂവ് ചെയ്യിക്കാം. ഇതിൽ നൈസ് ഒരു ക്ലിക്കുണ്ട്, ഓരോ മൂവ്മെൻറ്റിലും നൈസായിട്ടൊരു ക്ലിക്കുണ്ട്. അപ്പോൾ സോ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ പോസിബിളാണ്. ഇതൊരു പുഷ് ബട്ടൺ കൂടിയായിട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും പാരാമീറ്റേഴ്സോ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുഷ് ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു റോട്ടറി കൺട്രോളറാണ് Antelope ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ട് പാനലിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സാണ് വരുന്നത്. ഈ 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഹെഡ്ഫോൺ 1 എന്ന് പറയുന്നത് മോണിറ്റർ 1 ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതാണ്. നമുക്ക് ഈ ഹെഡ്ഫോൺ റൂട്ടിംഗ് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു കൺട്രോൾ പാനലുണ്ട്, ആ സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ ഈ 2 ഹെഡ്ഫോൺ ഔട്ട്പുട്ട്സ് മാത്രമാണ് ഈ ഫ്രണ്ട് പാനലിൽ വരുന്നത്. നമുക്ക് ഹൈ ഇംപെഡൻസ് ഉള്ള ഹെഡ്ഫോൺസ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ഔട്ട്പുട്ട്സ് ഉപയോഗിച്ച് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് ഞാൻ 250 ohmസിൻ്റെ ബെയർ ഡൈനാമിക് DT990 Pro ടെസ്റ്റ് ചെയ്തു. വളരെ നല്ല വോളിയമാണ്, വളരെ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് ഈ ഹെഡ്ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റിയർ പാനലൊന്ന് നോക്കാം. നമുക്ക് 2 മൈക്രോഫോൺ പ്രിയാംസാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് മൈക്രോഫോൺ പ്രിയാംസ് മാത്രമല്ല, മൈക്ക്, ലൈന്, അതുപോലെ തന്നെ ഹൈ ഇംപെഡൻസ് ഇൻപുട്ട്സ് ആയിട്ട് വർക്ക് ചെയ്യും. സെൻഗോയുടെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ പാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കൺട്രോൾ പാനൽ കിട്ടുന്നുണ്ട്. ആ കൺട്രോൾ പാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മൈക്ക്, ലൈൻ, ഹൈസെറ്റ് തുടങ്ങിയവ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രീ ആംപ്ലിഫയേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മൈക്ക് പ്രിയാംസിന് 65 dBയോളം ഗെയിൻ വരുന്നുണ്ട്. ഇക്വാലൻ്റ് ഇൻപുട്ട് നോയ്സ് വരുന്നത് -128 dB ആണ്. വളരെ നല്ലൊരു നോയ്സ് പെർഫോമൻസ് ആണ് ഈ പ്രീ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ലോ നോയ്സ് ഫ്ലോർ ആയിരിക്കും ഇത് നൽകുന്നത്. നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രിയാംസ് ഡിസ്ക്രീറ്റ് പ്രിയാംസ് ആണ്, അതായത് കൺസോളിൽ വരുന്ന രീതിയിലുള്ള ഡിസ്ക്രീറ്റ് ട്രാൻസിസ്റ്റർ ബേസ്ഡ് പ്രിയാംസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഹൈ ക്വാളിറ്റി ഉള്ളൊരു മൈക്രോഫോൺ ഇൻപുട്ടാണ് ഈ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മോണിറ്റർ ഔട്ട്പുട്ട്സ് ഉണ്ട്. ഒരു പെയർ ഓഫ് മോണിറ്റർ ഔട്ട്പുട്ട്സ് ഉണ്ട്. 127 dB ഓഫ് ഡൈനാമിക് റേഞ്ച് തരുന്ന വളരെ ഹൈ ക്വാളിറ്റിയുള്ള മോണിറ്റർ ഔട്ട്പുട്ട്സ് ആണ്. മിക്സിംഗ്, മാസ്റ്ററിംഗ് പർപ്പസിന് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുമുള്ള ഔട്ട്പുട്ടാണ് Antelope ഓഡിയോ ഇൻ്റർഫേസുകളുടെ പ്രത്യേകത. അതിനുള്ള കാരണം Antelopeൻ്റെ ക്ലോക്കിംഗ് തന്നെയാണ്. Antelope റിനൗണ്ട് ബ്രാൻഡാണ് ക്ലോക്കിങ്ങിന് വേണ്ടിയിട്ട്. അവരുടെ ക്ലോക്കിംഗ് ഹാർഡ്വെയർസ് ഒക്കെ തന്നെയും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. 64-bit അക്കോസ്റ്റിക്കലി ഫോക്കസ്ഡ് ക്ലോക്കിംഗ് ആണ് അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈ എൻഡ് മോണിറ്റേഴ്സ് നമുക്ക് ഈ ഒരു മോണിറ്റർ ഔട്ട്പുട്ട്സിലൂടെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പാരലായിട്ട് തന്നെ നമുക്കൊരു RCA ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്, ഈ മെയിൻ ഔട്ട്പുട്ട് തന്നെയാണ് ഇതിലേക്ക് മിറർ ചെയ്തിരിക്കുന്നത്. ഇത് ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. RCA വരുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. നെക്സ്റ്റ് നമുക്ക് സ്പീഡിഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് തരുന്നുണ്ട്. നമുക്ക് 2 ചാനലായിട്ടുള്ള ഓഡിയോ ഡിജിറ്റലായിട്ട് ഇൻ്റർഫേസിന് പുറത്തേക്ക് സെൻഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ തിരിച്ച് റിസീവ് ചെയ്യാനായിട്ടും നമുക്ക് സ്പീഡിഫ് ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ ഉപയോഗിക്കാം. സ്പീഡിഫ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർഫേസ് എക്സ്റ്റേണലി ക്ലോക്ക് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ്
2 USB-C പോർട്ടാണ് വരുന്നത്. ഇതൊരു USB-C ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഫസ്റ്റ് USB-C പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വരുന്ന USB-C പോർട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ്നിങ് സൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് തണ്ടർബോൾട്ട് സൈൻ അല്ല. ആക്ച്വലി നമുക്ക് ഈ ഡിവൈസ് എക്സ്റ്റേണലി പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മൊബൈൽ ഡിവൈസുകളായിട്ടുള്ള ഐപാഡ്, ഐഫോൺ പോലുള്ള ഡിവൈസുകളിൽ ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ട് അവർ കൊടുത്തിരിക്കുന്നത്. സോ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ USB-C പോർട്ടാണ്. ഈ ഇൻ്റർഫേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ഇൻറ്റേർണൽ DSP കൊടുത്തിട്ടുണ്ട്. സോ ആൻറ്റലോപ്പിൻ്റെ DSP ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്ലഗിൻസ്, ഏകദേശം 37ഓളം പ്ലഗിൻസ് അവരിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അനലോഗ് എമുലേറ്റർ ആയിട്ടുള്ള 37ഓളം പ്ലഗിൻസുകൾ അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലഗിൻസുകളെല്ലാം നമുക്ക് ഈ ഇൻ്റർഫേസിൻ്റെ കൺട്രോൾ പാനൽ ഉപയോഗിച്ച് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഇൻ്റർഫേസിനുള്ളിലാണ്. സോ കമ്പ്യൂട്ടറിൻ്റെ യാതൊരു പ്രോസസ്സിംഗ് പവറും എടുക്കുന്നില്ല. സോ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആൻറ്റലോപ്പിൻ്റെ അനലോഗ് മോഡലിംഗ് പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ആൻറ്റലോപ്പ് ഓഡിയോയുടെ പ്ലഗിൻസുകളെ കുറിച്ചിട്ടും അതെങ്ങനെ നമുക്ക് റെക്കോർഡിംഗ് ചെയിനിൽ ഉൾപ്പെടുത്താമെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ആൻറ്റലോപ്പിൻ്റെ കൺട്രോൾ പാനൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റർഫേസിൻ്റെ കൂടെ വരുന്ന പാക്കേജിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ഇൻ്റർഫേസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഒരു ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗൈഡിൻ്റെ ബാക്കിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻകോ സിനർജി കോറിൻ്റെ സപ്പോർട്ട് പേജിലേക്ക് എത്താൻ സാധിക്കും. ആ സപ്പോർട്ട് പേജിൽ നിങ്ങൾക്ക് വേണ്ട യൂസർ ഗൈഡ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സ്, ലോഞ്ചേഴ്സ്, അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വാറണ്ടി കാർഡാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ വാറണ്ടി കാർഡിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിൻ്റെ മോഡൽ, നെയിം, സീരിയൽ നമ്പർ, അതുപോലെ ഡീലറിൻ്റെ സ്റ്റാമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു USB-C കേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള USB-C കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. USB-C to USB-C കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. കൂടാതെ നമുക്കൊരു അഡാപ്റ്റർ ഉണ്ട്. USB-C to നോർമൽ USB പോർട്ടാക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. സോ നമുക്ക് കമ്പ്യൂട്ടറിൽ USB-C പോർട്ട് ഇല്ലെങ്കിലും ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് നോർമൽ USB പോർട്ടിൽ റൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അത്യാവശ്യം പവർ വേണ്ട ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന USB പോർട്ടിൽ ഇനഫ് പവർ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പാക്കേജിൻ്റെ കൂടെ വരുന്നത്. സോ നമുക്ക് ഇൻ്റർഫേസ് എങ്ങനെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നെക്സ്റ്റ് നോക്കാം. വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.antelopeaudio.com പോവുക. അവിടെ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഗോ സിനർജി കോ സെലക്ട് ചെയ്യുക. ഈ പേജിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആക്ടിവേഷനും അതുപോലെ അതർ ട്യൂട്ടോറിയൽസും ലഭിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് സെക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന പേജിൽ നിന്നും സെൻഗോ സിനർജി കോറിൻ്റെ macOSന് വേണ്ടിയിട്ടുള്ള ഡ്രൈവേഴ്സും അതുപോലെ ലോഞ്ചറും ഡൗൺലോഡ് ചെയ്യുക. ആൻറ്റലോപ്പ് ഓഡിയോ ഇൻ്റർഫേസുകളെ ആക്ടിവേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനുമുള്ള ഒരു ഹബ്ബാണ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഈ പേജിൽ ആൻറ്റലോപ്പ് ഇൻ്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട കമ്പ്യൂട്ടേഴ്സിൻ്റെ മിനിമം സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടർ അത് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തുക. ആൻറ്റലോപ്പിൻ്റെ യൂണിഫൈഡ് ഡ്രൈവർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. macOSൻ്റെ അകത്ത് USB-ക്കും തണ്ടർബോൾട്ടിനും ഒരേ ഡ്രൈവറാണ് ആൻറ്റലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻഗോ സിനർജി കോർ നിങ്ങൾ വിൻഡോസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡ്രൈവറും ലോഞ്ചറും ഡൗൺലോഡ് ചെയ്യുക. ഡ്രൈവറും ലോഞ്ചറും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോൾഡറിൽ നിന്നും ആൻറ്റലോപ്പിൻ്റെ ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആൻറ്റലോപ്പ് ലോഞ്ചറിൽ നമ്മുടെ ഇൻ്റർഫേസ് കാണാം. പക്ഷേ ഇനിയും നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കൂടിയുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ആൻറ്റലോപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ വിൻഡോയിലെ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു രജിസ്ട്രേഷൻ വിസാർഡിൽ എത്തിച്ചേരുന്നതാണ്. ആവശ്യമായ ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവേറ്റ് ഡിവൈസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. ആക്ടിവേറ്റ് ഡിവൈസ് ആൻഡ് അസൈൻ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈ വരുന്ന വിൻഡോയിൽ രജിസ്റ്റർ ഡിവൈസ് ടിക്ക് ചെയ്യുക. അതുപോലെ മൈക്രോഫോൺ എമുലേഷൻസോ പ്ലഗ് ഇൻ ബണ്ടിൽസോ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഡിവൈസ് ഇപ്പോൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ആയി. ഓക്കെ കൊടുക്കുക. ലോഞ്ചറിൻ്റെ സെറ്റിംഗ്സ് വിൻഡോ ഓപ്പൺ ചെയ്ത ശേഷം അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ഓപ്ഷനുകളും നെവർ എന്നുള്ളതിൽ നിന്നും ഈഫ് ന്യൂവർ എന്ന ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുക. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ലോഞ്ചർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. അടുത്തതായി സിസ്റ്റം ടാബ് ക്ലിക്ക് ചെയ്തിട്ട് മാനേജർ സെർവറിൻ്റെ അപ്ഡേറ്റ് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ യൂണിഫൈഡ് ഡ്രൈവർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്യുക. എന്നിട്ട് മെയിൻ പേജിലേക്ക് റിട്ടേൺ ചെയ്യുക. ഇവിടെ നമുക്ക് ബണ്ടിൽ വേർഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതുകൂടി നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ, ഫേംവെയർ വേർഷൻ, ഹാർഡ്വെയർ റിവിഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് കിട്ടും. ആൻറ്റലോപ്പ് ഇൻ്റർഫേസുകളുടെ ഫേംവെയർ അപ്ഡേറ്റും കൺട്രോൾ പാനൽ അപ്ഡേറ്റും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ബണ്ടിൽ വേർഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാനിപ്പോൾ ബണ്ടിൽ വേർഷൻ ഏറ്റവും ലേറ്റസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു.
അപ്ഡേറ്റ് വിൻഡോ കൺഫേം ചെയ്ത ശേഷം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻ്റർഫേസായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്യുക. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ അപ്ഡേഷൻ പ്രൊസീജിയർ ഫാസ്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ്റർഫേസിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിനുള്ളിലുള്ള FPGA ചിപ്പും DSP ചിപ്പും കൂടി അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്ഡേറ്റ് പ്രൊസീജിയർ തീരുന്നവരെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ പവർ അൺഇൻറ്ററപ്റ്റഡ് ആണെന്നുള്ളതും കൂടി ഉറപ്പുവരുത്തുക. അപ്ഡേറ്റ് സക്സസ്ഫുൾ ആയ ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിവൈസ് ഫാക്ടറി റീസെറ്റ് ചെയ്യണം. ഫാക്ടറി റീസെറ്റ് മെത്തേഡിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇൻ്റർഫേസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ പാനൽ ലോഞ്ച് ചെയ്യാം. സെൻഗോ സിനർജി കോറിൻ്റെ കൺട്രോൾ പാനലാണിത്. ഇൻ്റർഫേസ് 32 kHz മുതൽ 192 kHz വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ്സ് എടുത്ത ശേഷം ഇൻ്റർഫേസിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ് ഒരു ലോവർ പൊസിഷനിൽ വെക്കുന്നതാണ് എപ്പോഴും ഉത്തമം. അതിനുശേഷം നമ്മുടെ മോണിറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിട്ട് ട്രിം ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. മോണിറ്റർ ട്രിം 20 dB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാനലോ -3 dB സെറ്റ് ചെയ്യുക. ഇൻ്റർഫേസ് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പവർ ബട്ടണാണ് ഈ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിവൈസ് സ്റ്റാൻഡ് ബൈ ആക്കാനും ഓൺ ആക്കാനും സാധിക്കും. ഇത് മെയിൻ മോണിറ്ററിൻ്റെ ഔട്ട്പുട്ട് ലെവൽ കൺട്രോളാണ്. തൊട്ടടുത്ത് തന്നെ ഹെഡ്ഫോൺസ് 1ൻ്റെ ലെവൽ കൺട്രോളുമുണ്ട്. ഹെഡ്ഫോൺ 1ൻ്റെയും മോണിറ്റർ ഔട്ട്പുട്ട്സിൻ്റെയും സോഴ്സ് സിമിലറാണ്. നമുക്കൊരു സെപ്പറേറ്റ് സോഴ്സ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ 2 യൂസ് ചെയ്യാം. ആൻഡലോപ്പ് മിക്സറിൻ്റെ 1 and 2 ചാനൽസ് പ്രിയാം 1 and 2ലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ ഫേഡർ റൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് മോണിറ്റർ ചെയ്യാവുന്നതാണ്. മിക്സറിൻ്റെ 3-4 ചാനൽസ് കമ്പ്യൂട്ടർ പ്ലേ 1-2 ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നു. കമ്പ്യൂട്ടർ പ്ലേ 1-2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ DAWയുടെ മെയിൻ ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ മാക് പ്ലേബാക്കിൻ്റെ ഔട്ട്പുട്ടും ഇതിലൂടെ തന്നെയാണ് വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ചാനൽ 3 and 4 ഫേഡേഴ്സ് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു സോങ് പ്ലേ ചെയ്തിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന സോങ് നിങ്ങളെ കേൾപ്പിക്കാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഔട്ട്പുട്ടിലൊന്നും വരുന്നില്ല. നമ്മുടെ മാക്കിൻ്റെ സെറ്റിങ്സിൽ ചെന്നിട്ട് നമ്മൾ സൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസ് ഔട്ട്പുട്ടിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സൗണ്ട് വരുന്നതായിട്ട് കാണാം. മോണിറ്ററിൻ്റെയും ഹെഡ്ഫോൺ 1ൻ്റെയും ലെവൽസ് നമുക്ക് താഴെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു സെപ്പറേറ്റ് സ്ട്രീം ഹെഡ്ഫോൺ 2 വഴി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹെഡ്ഫോൺ 2 സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻറ്റ് സ്ട്രീംസ് ആക്ടിവേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ള ഫേഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെൻഗോ സിനർജി കോറിൻ്റെ ഫീച്ചേഴ്സും ബേസിക് സെറ്റപ്പുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഈ ഇൻ്റർഫേസ് നിങ്ങൾക്ക് നല്ലൊരു അഡീഷൻ തന്നെയായിരിക്കും. 50,000 റുപ്പീസിന് ആൻഡലോപ്പിൻ്റെ റിനൗണ്ട് ക്ലോക്കിങ്ങും കൺവേർഷനും അതുപോലെ തന്നെ നല്ല പ്രിയാംസുമാണ് ഈ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഫഷണൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്ന യൂസേഴ്സിന് തീർച്ചയായിട്ടും ഞാൻ ആൻഡലോപ്പ് സെൻഗോ റെക്കമെൻഡ് ചെയ്യുന്നു. സെൻഗോ സിനർജി കോറിൻ്റെ കൺട്രോൾ പാനലും അതിൻ്റെ റൂട്ടിംഗ് ഓപ്ഷൻസും ആൻഡലോപ്പിൻ്റെ എഫക്ട്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.